സി പി എമ്മിലെ പ്രമുഖരെ തോൽപ്പിക്കാൻ ഹിറ്റ് ലിസ്റ്റ് ഇറക്കി ബി ജെ പി. ബി ജെ പിയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉള്ള കോൺഗ്രസിലെ ഒരു പ്രമുഖൻ കെ മുരളീധരനാണ്. മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാനത് പറഞ്ഞിരുന്നു. ഇപ്പോൾ ബി ജെ പിയുടെ ഹിറ്റ് ലിസ്റ്റ് പുറത്തുവിടുകയാണ് പൊളിറ്റിക്സ് കേരള. പിണറായി വിജയൻ മുതൽ എച്ച് സലാം വരെയുള്ളവരെ പരാജയപ്പെടുത്താനുള്ള ഹിറ്റ് ലിസ്റ്റാണ് ബി ജെ പി തയ്യാറാക്കിയിരിക്കുന്നത്. ഒന്നാം സ്ഥാനത്ത് ആദ്യമായി ബി ജെ പി നോട്ടമിടുന്നത് പിണറായി വിജയനെ തന്നെയാണ്. ധർമ്മടം മണ്ഡലത്തിൽ അടുത്ത തവണ 2026 ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തില്ല. പകരം കോൺഗ്രസിന് വോട്ട് ചെയ്യും. സ്ഥാനാർത്ഥിയെ നിർത്താതെ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ പിണറായി വിജയൻ പരുങ്ങലിലാകും എന്നാണ് RSS വിചാരിക്കുന്നത്. എന്തായാലും ആ വിചാരം വളരെ നല്ലതാണ്. അവിടെ കോൺഗ്രസും RSSും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് നല്ല കാര്യം. എന്തായാലും പിണറായി വിജയനെ അങ്ങനെ തോൽപ്പിക്കാനാണ് RSSന്റെ തീരുമാനം നടക്കണമെങ്കിൽ പിണറായിയുടെ ജനങ്ങൾ കനിയണം. കാരണം പിണറായി വിജയൻ അവിടെ അനിശ്ചിതനാണ്. രണ്ടാമതായി ഹിറ്റ് ലിസ്റ്റിലുള്ളത് മന്ത്രി KP മോഹനനാണ്. മോഹനൻ എന്ന വ്യക്തിയല്ല RSS ലക്ഷ്യമിടുന്നത്, കൂത്തുപറമ്പ് എന്ന മണ്ഡലത്തെയാണ്. ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ടയായ കൂത്തുപറമ്പ്, രക്തസാക്ഷികളുടെ ചോര വീണ കൂത്തുപറമ്പ്. ആ കൂത്തുപറമ്പിൽ CPM പിന്തുണയോടെ മത്സരിക്കുന്ന KP മോഹനെ തോൽപ്പിക്കുക. കൂത്തുപറമ്പിൽ അങ്ങനെ ഒരു തോൽവി ഉണ്ടാക്കി CPMന് നാണക്കേടുണ്ടാക്കുക. അതാണ് RSSന്റെ ലക്ഷ്യം. മറ്റൊന്ന് ബേപ്പൂറാണ്. PA മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന ബേപ്പൂർ. പൊതുമരാമത്ത് മന്ത്രിയായ അദ്ദേഹം ബേപ്പൂരിൽ ശക്തമായ സാന്നിധ്യമാണ് ഇപ്പോൾ. മുഹമ്മദ് റിയാസിനോട് BJPക്കുള്ള കലിപ്പ് BJPയെ അടച്ചാക്ഷേപിക്കുന്നു എന്നാണ്. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിവാദത്തിൽ മുഹമ്മദ് റിയാസ് പറഞ്ഞത് കന്യാസ്ത്രീകളെ അല്ല, ഇന്ത്യൻ ഭരണഘടനയാണ് തടവിലാക്കിയിരിക്കുന്നത് എന്നാണ്. അത് BJPക്ക് ഏറെ നൊന്തു. മാത്രമല്ല, കിട്ടുന്ന അവസരങ്ങളെല്ലാം BJPക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് മുഹമ്മദ് റിയാസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കാൻ BJP തീരുമാനിച്ചു കഴിഞ്ഞു, RSS തീരുമാനിച്ചു കഴിഞ്ഞു. അടുത്തത് P രാജീവാണ്. BJPയുടെ ഭാഷയിൽ ഏറ്റവും കൂടുതൽ BJPയെ തൊലയ്ക്കുന്നത് രാജീവാണ്. കേരളം വ്യവസായ സൗഹൃദത്തിൽ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഗുജറാത്തല്ല എത്തിയത്, ഉത്തർപ്രദേശ് അല്ല എത്തിയത്, കേരളമാണ് എത്തിയത്. മാത്രമല്ല, BJPയെ രൂക്ഷമായ ഭാഷയിലാണ് P രാജീവ് പലപ്പോഴും കടന്നാക്രമിക്കാറുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ശൈലിയാണ്. അദ്ദേഹത്തിൻ്റെ ആക്രമണത്തിന് മുമ്പിൽ ഒന്ന് തടയിടാൻ പോലും BJPക്ക് കഴിയാറില്ല. അതുകൊണ്ട് കളമശ്ശേരിയിൽ രാജീവിനെ കെട്ടുകെട്ടിക്കാൻ BJP തീരുമാനിച്ചിരിക്കുന്നു. RSS തീരുമാനിച്ചിരിക്കുന്നു. RSSന്റെ തീരുമാനമാണ് BJPയുടെ തീരുമാനം. അല്ലാതെ BJPക്ക് സ്വന്തമായൊരു തീരുമാനമൊന്നും ഒരിടത്തും എടുക്കാൻ പറ്റില്ലല്ലോ. ഇനി അടുത്ത എം സ്വരാജ് എവിടെ മത്സരിച്ചാലും അദ്ദേഹത്തെ തോൽപ്പിക്കാനാണ് BJP ശ്രമിക്കുന്നത്. എക്കാലവും RSSനെതിരെ ഉറച്ച നിലപാടെടുത്ത യുവാവാണ് എം സ്വരാജ്. മാത്രമല്ല, CPMൽ ഒരുപാട് ദൂരം വളർന്നു കഴിഞ്ഞ യുവാവാണ് എം സ്വരാജ്. ഭാവിയിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആകാനൊക്കെ യോഗ്യതയുള്ള യുവാവ്. എം സ്വരാജിനെ തോൽപ്പിക്കുന്നതോടുകൂടി CPMന്റെ ഒരു തലമുറയെ തോൽപ്പിക്കുന്ന രീതിയാണ് RSS കൈക്കൊള്ളുന്നത്. എക്കാലവും RSSനെ കൂർത്ത വാക്കുകൾ ഉപയോഗിച്ച് നോവിക്കുന്ന, കീറിമുറിക്കുന്ന സ്വരാജ് തോൽക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. ഇനി ആലപ്പുഴയിൽ എച്ച് സലാമാണ്. എച്ച് സലാം MLA SDP കാരനാണ് എന്നാണ് BJP പറയുന്നത്. അതിന് ചരിത്രപരമായ തെളിവുകളൊന്നുമില്ല. പക്ഷെ അദ്ദേഹം SDP കാരനാണെന്ന് അദ്ദേഹം ഇലക്ഷന് നിന്നപ്പോൾ തന്നെ BJPക്കാർ പറഞ്ഞു നടക്കുന്നു. അതുകൊണ്ട് തന്നെ SDPI കാരനായ CPMനെ തോൽപ്പിക്കുക, അതായത് എച്ച് സലാമിനെ തോൽപ്പിക്കുക, ഇതാണ് BJPയുടെ അജണ്ട, RSSന്റെ അജണ്ട. ഇത്രയും സ്ഥാനാർത്ഥികൾ BJPയുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ട്. എന്തായാലും BJPയുടെ സ്വപ്നം നടക്കുമോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രമേ അറിയാൻ പറ്റൂ. മുമ്പ് മുഖ്യമന്ത്രി ആയതിനു ശേഷം EK നയനാർ ഉപതെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ, അന്ന് മുഖ്യമന്ത്രിയാകേണ്ടത് അച്യുതാനന്ദനായിരുന്നു. അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് തോറ്റപ്പോൾ EK നയനാർ മുഖ്യമന്ത്രിയായി. അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിന് നിന്നത് തലശ്ശേരി മണ്ഡലത്തിലാണ്. അന്ന് BJPയും കോൺഗ്രസും ലീഗും ഒരുമിച്ച് നിന്നു അദ്ദേഹത്തെ തോൽപ്പിക്കാൻ.
BJP സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. പക്ഷേ നയനർ 30,000 വോട്ടിൻ്റെ ലീഡിൽ ജയിച്ചു കയറി. അതുപോലെ തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുക എന്നത് യാഥാർത്ഥ്യം. എന്തായാലും BJPയുടെ ഹിറ്റ് ലിസ്റ്റ് കൊള്ളാം, കേൾക്കാൻ എളുപ്പമുണ്ട്, കേൾക്കാൻ രസമുണ്ട്, കൗതുകവും.